തക തക മലമല്ലൂയ പള്ളത്തി വന്നെ കണ്ണിറുക്കുന്നേ മലമല്ലൂയ പള്ളത്തി വന്നെ പള്ളു പറഞ്ഞേ മല. നമസ്കാരം. ഇന്ത്യ ഗ്ലിസ് പ്രേക്ഷകർക്ക് കലാഭവൻ മണിയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട് ചാലക്കുടിയിലാണ്. പിന്നെ ചേനത്നാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എൻ്റെ വൈഫിൻ്റെ പേര് നിമി എന്നാണ്. എനിക്കൊരു മകളുണ്ട്. എൻ്റെ മോളുടെ പേര് ലക്ഷ്മി എന്നാണ്. എന്നെ പോലെ മിമിക്രിയും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ അമ്മ, പിന്നെ ഒരു അനുജൻ, എനിക്ക് ഒരു ഡാൻസ് മാസ്റ്ററാണ്. പിന്നെ അങ്ങനെ ഒരു വലിയൊരു ഫാമിലി ആണ്. ഞങ്ങളൊരു 9 മെമ്പേഴ്സാണ് എൻ്റെ കുടുംബം. ഒരു സന്തോഷകരമായൊരു കുടുംബമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ചെറിയൊരു കലാകാരനാണ് ഞാൻ. പത്താം ക്ലാസ് 10th പഠിക്കുമ്പോൾ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും. ശനി ഞായർ ദിവസങ്ങളിൽ സ്കൂളില്ലാത്ത ദിവസം ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓട്ടോറിക്ഷ ഓടിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് മലയാള സിനിമയിലേക്ക് കാലുവെച്ചത്. നാടൻ പാട്ട് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ നാടൻ പാട്ടൊക്കെ പാടും. ഫാദർ നന്നായിട്ട് നാടൻ പാട്ടൊക്കെ പാടും. അച്ഛൻ്റെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ പിന്നീട് സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ ആ പാട്ടുകളൊക്കെ സിനിമയിൽ പാടി. മലയാള സിനിമയിൽ കുറേ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഞാൻ പാടിയ പാട്ടുകളൊക്കെ ഒരുവിധപ്പെട്ടൊക്കെ ഹിറ്റാണ്. സോനാ സോനാ നീ 1-ാം നമ്പർ, അടിമുടി മെയ് വഴകിൽ 1-ാം നമ്പർ, അതും ഹിറ്റായിട്ടുള്ള പാട്ടാണ്. പിന്നെ കാട്ടിലെ മാനിൻ്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട, കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. പിന്നെ അതാ മലമല്ലുലൂയ തക തക മലമല്ലുലൂയ തകത, അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെയൊക്കെ എന്താ പറയുക, പ്രോത്സാഹനം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ഒരാളാണ് ഞാൻ. കലാഭവൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ട്രസ്റ്റാണ്. അതിൽ നിന്ന് വന്ന ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുണ്ട്. ഒരാളാണ് നമ്മുടെ ജയറാം ചേട്ടൻ. പിന്നെ ഡയറക്ടേഴ്സായ മലയാള സിനിമയിലും തമിഴിലും ഇപ്പോൾ ഹിന്ദിയിലൊക്കെ ബിഗ് ഡയറക്ടറാണ് സിദ്ദിഖ, ലാലേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൊച്ചിൻ കലാഭവനിൽ നിന്നും മലയാള സിനിമയ്ക്ക് സംഭാവന കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. നടൻ ദിലീപ്, നാദിർഷ, അങ്ങനെ ഒത്തിരി ആൾക്കാർ. പക്ഷേ എനിക്ക് മുമ്പ് ചാലക്കുടിയിൽ നിന്ന് 2 പേര് ഈ കലാഭവനിലുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ആ സമയത്തൊക്കെ എന്നെ ചാലക്കുടി മണി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നെ കൊച്ചിൻ കലാഭവനിലുള്ളൊരു പീറ്റർ എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് ചാൻസ് കലാഭവനിൽ വാങ്ങിച്ചത്. പിന്നീട് കൊച്ചിൻ കലാഭവനിലൂടെ ഗൾഫ് ഷോസിനൊക്കെ പോയി ഞാൻ കലാഭവൻ മണി എന്നറിയപ്പെട്ടു. ആ കലാഭവൻ മണിയെ ചാലക്കുടിയിലെ സുന്ദരദാസ് എന്ന് പറഞ്ഞ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സുന്ദരദാസ് സാറാണ് എനിക്ക് മലയാള സിനിമയിലേക്ക് ഒരു ചാൻസ് തന്നത്. അത് രാജപ്പൻ എന്ന് പറഞ്ഞ ഒരു തെങ്ങുചെത്തുകാരൻ്റെ കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രം എൻ്റെ എല്ലാ മലയാളി പ്രേക്ഷകരും 2 കൈ നീട്ടിയും എന്നെ മലയാള സിനിമയിലേക്ക് സ്വീകരിച്ചു. അത് ഞാനിപ്പോൾ ഇങ്ങനെ തമിഴ് സിനിമയായിട്ടും തെലുങ്കും കന്നഡയും എല്ലാ സിനിമകളായിട്ട് ഞാൻ ഇങ്ങനെ അഭിനയിച്ച് മനസ്സിൽ സന്തോഷവും സുഖവും കൊണ്ട് നടക്കുകയാണ്. അങ്ങനൊരു നടനാക്കി തീർത്തതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും മറ്റുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമാണ് ഞാൻ കാണിച്ചിരുന്നത്. കാരണം ഞാൻ അന്ന് കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്തിരുന്നത് അനിമൽസിനായിരുന്നു. കുരങ്ങ്, പിന്നെ ജുറാസിക് പാർക്കിലെ ദിനോസർ, പിന്നെ അതുമാതിരി തന്നെ എന്താ പറയുക, പാമ്പിൻ്റെ മുഖം, പിന്നെ ക്യാമൽ, ഒട്ടകം നടക്കുന്നത്, വടംവലി, പിന്നെ ശ്വാസം വിടാതെ സംസാരിക്കുക. ഇപ്പോൾ അട്ടപ്പാടി 8 വീട്ടിൽ കുട്ടപ്പഞ്ചേട്ട പട്ടിയെ മട്ടുപിടി വെച്ച് മട്ടുവാവി കുട്ടപ്പഞ്ചേട്ട പോട്ടെ കഴിഞ്ഞപ്പോൾ നീന വെട്ടത്തിലിട്ട് തട്ടി സംഭവം നാട്ടി പാട്ടല്ല ചട്ട പൊട്ട കൂട്ട ചട്ട ചട്ടനെ പൊട്ടൻ ചേച്ച് പൊട്ടനെ നാട്ടിലെ പട്ടി മണിക്കരോടെ തൊണ്ട പൊട്ടിയാന്ന് തുടങ്ങി ചാണ്ടിൻ്റെ കൈ കൊണ്ടുകൊണ്ട് ചണ്ട വേണ്ട കുണ്ടിപ്പെടാതെ ഞണ്ട പിന്നെ ഞഞ്ഞാ പിഞ്ഞാ മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് കുഴഞ്ഞ് ആളെ പിഴിഞ്ഞ് കിടക്കുന്ന കുഞ്ഞു കിടന്ന കഞ്ഞിയിൽ മമ്മൂഞ്ഞൊക്കെ വാരിയിട്ട് കഞ്ഞികളെ നിങ്ങൾ ഉള്ളത് പറഞ്ഞ് പുള്ളിന്തിരിക്കും കള്ളത്തരം പൊള്ളത്തരം കാണിച്ചിട്ട് ചള്ളക്കിട്ടും തള്ളിയും നേരെ തള്ള വീണെന്ന് പിള്ളതും, അങ്ങനെ ഒരുപാട് അങ്ങനെ അത്രയും ശ്വാസം പിടിച്ച് നമ്മൾ പറയുന്ന കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആരും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാറില്ല. അതെനിക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരുന്നു. അത് CD ഒക്കെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ഗുണം കിട്ടി. സിനിമയിലേക്കും അതിനൊരു ഒരു താങ്ങും തണലായിരുന്നു. അതൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് പറഞ്ഞാൽ തീരാത്തൊരു അനുഭവങ്ങളുള്ളതാണ് കൊച്ചിൻ കലാഭവൻ.
ദിലീപ് എൻ്റെ കൂടെ സ്റ്റേജ് ഷോ ചെയ്തിട്ടില്ല. ദിലീപ് ഞാനും സിനിമയിൽ വന്നപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അതിനുശേഷം ഞങ്ങൾ സിനിമയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട്. അല്ല, സ്റ്റേജ് ഷോയിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു ഉന്മേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കുതിരയുടെ പവറാണ് നമുക്ക് ഒരു സീൻ പറയണ പട ഓടി അത്രയും വേഗം സ്പീഡിൽ ഓടി ചാടി ഡയലോഗ്സ് എല്ലാം ബൈഹാർട്ടാക്കുക. സ്റ്റേജിൽ നമ്മൾ കാണാതെ ഡയലോഗ്സുകളൊക്കെ പറയണം. അതും നമ്മൾ കുറച്ച് ഓവറായിട്ടേ ചെയ്യുള്ളൂ. കാരണം സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഇത്ര അടുത്തിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ജനങ്ങൾ, ഓഡിയൻസ് വൈഡായിരിക്കും. അതുകൊണ്ട് നമ്മൾ സിനിമയിൽ നമ്മൾ കൈ ഇങ്ങനെ കാണിക്കണത് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ഇത്രയും കാണിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള ഗുണങ്ങൾ തന്നിട്ടുണ്ട്. സ്റ്റേജ് എക്സ്പീരിയൻസ് ഒരു വലിയ ഗുണം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് മിമിക്രി എന്ന് പറയുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ സ്റ്റേജിൽ നിന്ന് സിനിമയിലേക്ക് വന്നത് എൻ്റെ ചാലക്കുടിയിൽ എൻ്റെ സുന്ദർദാസ് എന്ന് പറഞ്ഞ സാറാണ്. ലോഹിതദാസ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയി ലോഹി സാറ്. അദ്ദേഹം കഥ എഴുതിയ പടത്തിലാണ് എന്നെ വിളിക്കുന്നത്. അതും ഒരു തെങ്ങാറ്റാരൻ്റെ വേഷമായിട്ട് എനിക്ക് കിട്ടിയത്. ലോഹി സാറ് പറഞ്ഞിട്ടാണ് എന്നെ വിളിപ്പിക്കുന്നത്. അങ്ങനെ സുന്ദർദാസ് സാറ് വീടിൻ്റെ അടുത്തായതുകൊണ്ട് എനിക്ക് അത്രയും വലിയ ഉപകാരമായി. സുന്ദർ സാറിൻ്റെ ചേട്ടനാണ് എന്നെ റെക്കമെൻഡ് ചെയ്യണത്, സുഭാഷ് ചേട്ടൻ. അങ്ങനെ ഞാൻ അവിടെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ചെല്ലുന്നു. എനിക്ക് തെങ്ങേറ്റുകാരൻ്റെ വേഷം തരുന്നു. ഞാൻ തെങ്ങിൽ കയറിക്കൊണ്ട് മഞ്ജുവാര്യർ തെങ്ങിൻ്റെ താഴേക്കൂടെ പോകുമ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് മഞ്ജുവാര്യർ നോക്കി പാടുന്നു. തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിൻ്റെ തിങ്കളാഴ്ച നൊയമ്പൊന്നു മുടക്കും ഞാൻ. അങ്ങനെ ഒരു പാട്ടുകാരൻ്റെ റോളും കൂടിയും ആ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. പിന്നെ ഒരു വില്ലൻ റോളുണ്ടായിരുന്നു ആ റോളിനകത്ത്. ഒരു തമാശക്കാരൻ്റെ റോളുണ്ടായിരുന്നു ആ റോളിനകത്ത്. ഒരു സിനിമ നടന് കിട്ടുന്നതിൻ്റെ മാക്സിമം ഒരു വേഷമായിരുന്നു ആ സല്ലാപം എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പോൾ എനിക്ക് വേഷം വാങ്ങിച്ചു തന്നത് എൻ്റെ സുന്ദർ സാറാണ്, ലോഹി സാറാണ്, സുഭാഷ് ചേട്ടനാണ്. അവരോട് എല്ലാവരോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. വാസന്തി ലക്ഷ്മി എന്ന് പറഞ്ഞ പടത്തിൽ കഷ്ടപ്പെട്ട് അഭിനയിച്ച ഒരു പടമല്ല അത്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടില്ല. കാരണം ഇത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഒന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനത്രയും റിഹേഴ്സലിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു വലിയ നമ്മൾ ഊണില്ല ഉറക്കില്ലാതെ ഈ പടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കഥാപാത്രം എന്ന് പറയുന്ന രാമു എന്ന് പറയുന്ന കഥാപാത്രം സിനിമയിലെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്ന ബാലൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരാളാണ്. അദ്ദേഹം ഇന്ന് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസറായിട്ടിരിക്കുകയാണ്. ആ ബാലൻ ചേട്ടനെയാണ് ഞാൻ ആ സിനിമയിൽ കാണിച്ചത്. ആ പടം വളരെ 200-250 ദിവസത്തോളം നമ്മുടെ കേരളത്തിൽ ഓടി. സാധാരണ ഒരു അവാർഡ് പടം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരധികം കാണാറില്ല. പക്ഷേ ഈ അവാർഡ് പടം 250 ദിവസം തികച്ചും സിനിമാ തിയേറ്ററിൽ ഓടിയ ഒരു പടമാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ട് കാണാം. പിന്നെ സ്പെഷ്യൽ ജൂറി മെൻഷൻ നാഷണൽ അവാർഡ് കിട്ടി. അന്നത്തെ 2000-ലെ ഏറ്റവും ബെസ്റ്റ് ആക്ടർ പബ്ലിക്, അതായത് ഓഡിയൻസ് വോട്ടിങ്ങിലൂടെ ഏഷ്യാനെറ്റ് തിരഞ്ഞെടുത്ത നല്ല നടനായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടി. അങ്ങനെ ഒരുപാട്. അത് ഞാൻ അവാർഡിന് വേണ്ടി മോഹിച്ചിരുന്ന് കിട്ടിയതല്ല, എനിക്ക് തന്നു. അത് തന്നവരോട് അതിയായ സന്തോഷമുണ്ട്. ആ കഥാപാത്രം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കഥാപാത്രമാണ്. ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അതിനകത്തും ആ പടത്തിലൊരു ചിരിയും വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ചിരിയാണ്. അതിലൊക്കെ നമുക്കെന്താ വെച്ചാൽ അങ്ങനത്തുള്ള റോളുകൾ നമ്മളിപ്പോൾ എന്നെ തേടി വരണില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള റോളുകൾ ഉണ്ടാക്കിയതൊക്കെ ഞാൻ തന്നെയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ നല്ലൊരു വേഷം ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ഒരു റോൾ ഉണ്ടാക്കേണ്ട, ഒരു വേഷം ഉണ്ടാക്കേണ്ട അവസ്ഥയാണ് വരണത്. നന്നായിട്ട് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനത്തെ വേഷങ്ങൾ കിട്ടണില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പരാതി. അങ്ങനത്തെ വേഷങ്ങൾ കിട്ടാതാവുമ്പോൾ നമ്മൾ എന്താ പറയുക, വളരെ മോശമായ ചില വേഷങ്ങളിലൊക്കെ പോയി നമ്മൾ ചെയ്യും. അത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം. അതെ, ആ പടം നമ്മുടെ കരിമാടിക്കുട്ടൻ, വാസന്തി ലക്ഷ്മിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം വിനയ സാറാണ് ഈ 2 പടം ഡയറക്റ്റ് ചെയ്തത്. അതേ വിനയ സാറിൻ്റെ പടത്തിലായിരുന്നു ഞാൻ വില്ലനായിട്ട് അഭിനയിച്ച, ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് അഭിനയിച്ച രാക്ഷസ രാജാവ് എന്നുള്ള സിനിമയിലാണ് ഞാൻ വില്ലൻ ചെയ്തത്. ആ വില്ലൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ പ്രത്യേകത, ഒരു വീട്ടിൽ 5 പേരെ തലക്കടിച്ചു കൊല്ലുന്ന സീനാണ്. പക്ഷേ എൻ്റെ വേഷം വളരെ മനോഹരമായി. ആ വേഷം മനോഹരമായതുകൊണ്ടാണ് എല്ലാവരും എന്നെ വില്ലനെ പോലെ കണ്ടു. പിന്നീട് എനിക്ക് കോമഡി വേഷം എന്നെ തേടി വന്നിട്ടില്ല. എന്നെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വരട്ടെ, അപ്പോൾ നമുക്ക് കാണാം.
ജെമിനി പടം ഞാൻ വാഞ്ചിനാഥൻ മറുമലർച്ചി എന്ന പടത്തോടുകൂടി തമിഴ് ഞാൻ പടം വേണ്ടാന്ന് വെച്ചിരുന്നതാണ്. പിന്നെ അതിന് ശേഷമാണ് എന്നെ ചരൺ സാറ് വിട്ടിട്ട് എന്നെ തേടി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനൊരു റോളാണ്, അത് ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. മണിസാറിന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, மணிசாருக்கு என்னெல்லாம் தெரியும் அது நீங்கள் சொல்லுங்கள், நீங்கள் காட்டி கொடுத்தா போதும் அதுக்கு ஏற்ற மாதிரி நான் സീൻ ഡെവലപ്പ് பண்ணிக்கிறேன்னு சொன்னேன். ഞാൻ പറഞ്ഞു ശരി സാർ, അന്നേരം കുഴപ്പമില്ല, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നടൻ ദിലീപൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ പോയി തമിഴ് ചെയ്യ്, ഇത് സക്സസ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഊട്ടിയിൽ വെച്ച് അഡ്വാൻസ് വാങ്ങിക്കുന്നു. അങ്ങനെ അഭിനയിച്ചാണ് ഞാൻ ജെമിനി. പക്ഷേ ആ ജെമിനി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വേഷമായിരുന്നു. അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് തമിഴ് മക്കൾക്ക് എന്നോട് ரொம்ப നന്ദി சொல்றேங்க. അത് കൂപ്പിട്ടാ തന്നെ നടിക്കാൻ முடியும். അവർ വിളിച്ചാൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റില്ലല്ലോ. അവർ വിളിക്കട്ടെ. ഹലോ ഹായ് நில்லுங்க. ஹலோ உங்க பேர் என்ன? பச்சைமுத்துங்க. பச்சை. இன்னைக்கு ஒரு நாள் எனக்கு பாய் ஃப்ரெண்டா இருக்கியா? ஒரு நாள் பாய் ஃப்ரெண்டா? அதான்யா, இந்த ஒரு நாள் முதல்வர் மாதிரி ஒரு நாள் பாய் ஃப்ரெண்ட். என்னம்மா நீங்க வெண்ணெய் கட்டி மாறி இருக்கீங்க, நான் பன்னிக்குட்டி மாறி இருக்கேன். நான் உங்களுக்கு பாய் ஃப்ரெண்டா? ஆமாயா. ஐயோ ரொம்ப தேங்க்ஸ் அம்மா, என்னால நம்ப முடியலம்மா. 100 கோடி பம்பர் லோட்டரில விழுந்த மாதிரி இருக்கு. அம்மா உங்க கேர்ள் ஃப்ரெண்டுக்கு என்னையா வச்சிருக்க? கல்லும் கறிவாடுமா. குடியா. Cheers அம்மா. തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെസ്പെക്റ്റുള്ള നമ്മളെ ഓരോ ആർട്ടിസ്റ്റിനെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്. ഒരു ചെറിയ ആർട്ടിസ്റ്റ് ആയിരുന്നാലും ആരായിരുന്നാലും എല്ലാവർക്കും ബഹുമാനം കൊടുക്കുന്നൊരു സ്ഥലമാണ് തമിഴ്നാട്. പിന്നെ ശമ്പളമായാലും നല്ല ശമ്പളമാണ്. പിന്നെ അതുതന്നെയല്ല, നമുക്ക് അഭിനയിക്കാനുള്ള സകല എല്ലാ ഫ്രീഡം തരുന്ന ഒരു മേഖലയാണ് തമിഴ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിൽ പോലും നമ്മൾ മനസ്സ് വളരെ സന്തോഷത്തോടു കൂടി അഭിനയിക്കുന്നത്. ഇത് ശരവണപുരം എന്ന് പറഞ്ഞ പടത്തിലും അങ്ങനെ നമ്മൾ ഒരുപാട് നല്ല പുതുമയുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് തമിഴ് കണ്ടു നോക്കുക. ഈ മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹമൊന്നുമല്ല, ഒരാൾക്കും ഒരു ജോലി പറഞ്ഞിട്ടുണ്ട്, ആ ജോലി അവർ ചെയ്യണം. എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അഭിനയമാണ്, അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്നു. പക്ഷേ എൻ്റെ നാടൻ പാട്ടുകളൊക്കെ ഞാൻ തന്നെ മ്യൂസിക് ചെയ്യാറുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ അടുത്തിറങ്ങേണ്ട ഒരു പടമാണ് MLA മണി 10ാം ക്ലാസ്സും ഗുസ്തി. ആ പടത്തിൽ ഞാൻ തന്നെയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് തുടർന്ന് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ആഗ്രഹം, അതുകൊണ്ട് മാത്രം ചെയ്തതാണ്. ഞാൻ ഡയറക്ഷനും ചെയ്യില്ല, എലക്ഷനും നിൽക്കില്ല. நான் கட்டன்றியா சொல்கிறேன், நாம் எலெக்ஷன் நிற்கவே மாட்டேன். வெளிச்சமே വെളിച്ചമേ നിൻ വീട്ടിൽ ഞാനും വിരുന്നിനെത്തും നാളെ നീ എൻ കണ്ണിലൊരുമ്മ തരുമ്പോൾ നീലനിലാവായി മാറും, ഞാനൊരു നീലനിലാവായി മാറും. ചാന്ത് പൊട്ടും ചങ്കേലസം ചാത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ കോതി വരുകണ് മനസ്സിൽ, നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. ഇനിയിപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങളെന്ന് പറഞ്ഞാൽ തമിഴ് പടം ഒരു 3-4 പടമുണ്ട്. പിന്നെ ഹാപ്പി ഹസ്ബൻഡ്സ് ഇൻ ഗോവ അതുണ്ട്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബാച്ചിലേഴ്സ് പാർട്ടി, പിന്നെ ഒരു കുടുംബ ചിത്രം, പിന്നെ 2-3 പടത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു മാർഗഴിക്കാറ്റ്, പിന്നെ അതുകൂടാതെ കണ്ട് ടേണിംഗ് പോയിൻ്റ്, പിന്നെ അങ്ങനെ കുറേ പടങ്ങളുണ്ട്. ഞാൻ നായിക വേഷങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാണ്. വേറെ ഒന്നല്ല, നല്ല വേഷം കിട്ടുന്നില്ല. അതുകൊണ്ട് നല്ല വേഷം വരുമ്പോൾ മാത്രം നായകൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു.